ദശമൂലെന്താണ് പണിക്കർ ലാലേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ ലിറിക്സ് നോക്കി നോക്കി എന്തിനുണ്ട് കാട്ടിനെ തന്നെ കാക്കനോട്ടം വീട്ടിലുണ്ട് കരയുണർത്തിയ തന്നെ നോക്കി നോക്കി എന്തിനുണ്ട് കാട്ടിനാക്കി തന്നെ. ഇല്ല അല്ല, നല്ലൊരു ചടങ്ങാണ്. ഞാൻ പാടിയിട്ട് ഇത് അവസാനിപ്പിക്കുന്നില്ല. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഞാനും വിനായക ചേട്ടനും മാത്രമല്ല, ഒരുപാട് പുതുമുഖ താരങ്ങളും സിനിമയിൽ അഭിനയിച്ചതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ട്രീറ്റ്മെന്റ് ആണ്. മിമിക്രി, പുതിയ മിമിക്രി താരങ്ങൾ വന്നതിന് ശേഷം പേടിയാണ് മിമിക്രി അവതരിപ്പിക്കാൻ. എന്നാലും ഏതാ വേണ്ടത്? ലാലേട്ട? ഇല്ല, വിനായക ചേട്ടന്റെ സൗണ്ട് അറിയില്ല. ദശമൂലെന്താണ് ശിവനെ? ലാലേട്ടന്റെ ബിന്ദു പണിക്കർ ലാലേട്ടൻ എന്നെ ഇങ്ങനെ കളിയാക്കല്ലേ. ഓക്കെ, ഞാൻ ലാലേട്ടന്റെ കുറച്ച് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. ബള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ കാളിയാർ ഗർജിച്ചു. മിയാ ഡാൻസിന്റെ കാളിയാർ, ഖരാനകളുടെ കാളിയാർ, ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ധ്രുവതിന്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവിയോർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായത് നേരെ ചെന്ന് കയറിയ ഒരു സിംഹത്തിന്റെ മലയിൽ ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തെണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ട്? സബ്നോങ്കി സിന്ദഹി ജോ കഭി നഹീ കബൽ ഹോതാ. ഇനി ആവർത്തിക്കില്ല. താങ്ക് യു. മമ്മൂക്ക ഇംഗ്ലീഷ് പറയുന്നത് കുറെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള മഹാരാജാസിന്റെ പുത്രൻ മമ്മൂക്കയെ വീണ്ടും ഇംഗ്ലീഷ് പറയുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റീൽ പാത്രം നമ്മൾ തറയിലെടുത്തിട്ട് എങ്ങനെയൊക്കെ പോകും, അതാണ് പുള്ളിയുടെ ഇംഗ്ലീഷ്. ശ്രദ്ധിച്ചിരുന്നോ? ഇല്ലേ പിടിയിട്ടില്ല കേട്ടോ. അതാവണം. താങ്ക് യു. അപ്പൊ ഏകദേശം ഓക്കെ ആയി.